ഞാൻ ഡോക്ടർ അജിത് കുമാർ, ആയുർവേദ ഡോക്ടറാണ്. കോയമ്പത്തൂർ ആയുർവേദ കോളേജിൽ കംപ്ലീറ്റ് ചെയ്ത് തമിഴ്നാട്ടിൽ തന്നെ ഗവൺമെൻറ് സർവീസിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. 89 ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 90 ജാനുവരിയിൽ ഞാൻ തമിഴ്നാട് ഗവൺമെൻറ് സർവീസിൽ ജോലിക്ക് പ്രവേശിച്ചു. 12 വർഷം ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സിംഗപ്പൂരിലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്. സോ ഗവൺമെൻറ് സർവീസിൽ നമുക്കൊരു സൗകര്യം ഉണ്ടായിരുന്നു. 5 വർഷം എബ്രോഡിൽ ജോലി ചെയ്യുകയാണെന്ന് വെച്ചാൽ വിത്തൗട്ട് എനി ബ്രേക്ക് ഇൻ സർവീസ് വി ക്യാൻ എൻജോയ് ദ 5 years ഓഫ് ലീവ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തു. പ്രോപ്പർ ഗവൺമെൻറ് പെർമിഷനോടെയാണ് ഞാൻ സിംഗപ്പൂരിലെത്തുന്നത്. ഒരു കമ്പനി സീനിയർ ആയുർവേദിക് ഡോക്ടർ ആവശ്യമുണ്ടെന്നുള്ള ഇതിനനുസരിച്ച് അവർ സെലക്ട് ചെയ്തു. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറും കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്തിട്ട് പെർമിഷൻ വാങ്ങി. 5 വർഷം ഉദ്ദേശിച്ച് വന്നതായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോഴേ ഇവിടുത്തെ നമുക്ക് ആയുർവേദത്തിൽ ഇവിടെ പലതും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം അപ്പോഴാണ് വരുന്നത്. അതിനുശേഷം ആ ജോലിയിൽ നിന്ന് വിട്ടു. സ്വന്തമായിട്ടൊരു ആയുർവേദ ക്ലിനിക്ക് ആയുഷ് എന്ന പേരിൽ ഞാൻ ആരംഭിച്ചു. ഇതാണ് സിംഗപ്പൂരിൽ എത്താനുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ. സിംഗപ്പൂരിൽ ആയുർവേദത്തിൻ്റെ സ്കോപ്പ് ഞങ്ങൾ വരുന്ന സമയത്ത് വലിയൊരു വിശ്വാസമൊന്നുമില്ല. ഒരു ജോലി കിട്ടി വന്ന് ഒരു 5 വർഷം ജോലി ചെയ്ത് പോകാം. പക്ഷേ ആ 3 വർഷം കൊണ്ട് തന്നെ ഇവിടെയുള്ള മക്കളുടെ ഇൻട്രസ്റ്റ് ഇൻ ആയുർവേദ, അതായത് ഒന്ന് പ്രോപ്പറായിട്ടുള്ളൊരു ആയുർവേദം ഇല്ലാതൊരു സ്ഥിതിയിലായിരുന്നു ഞങ്ങളിവിടെ വരുന്നത്. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ആയുർവേദ ചികിത്സ ഈ സിംഗപ്പൂരിലുള്ള മലയാളികൾ മാത്രമല്ല, തമിഴ് മക്കൾ, മലയിക്കാർ, ചൈനീസ്, ഇവരെല്ലാം നമുക്കൊരു എൻകറേജ്മെൻറ്റ് തരികയുണ്ടായത്. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പം എൻ്റെ കൺസൾട്ടേഷൻ നിങ്ങളെടുത്ത് നോക്കിയാൽ ഞാൻ അതിൻ്റെ ഒരു 80% ആയുർവേദം പഠിപ്പിക്കലാണ് ഇവർക്ക്. ചൈനീസ് ആയാലും ശരി, മലയായാലും ശരി, തമിഴായാലും ശരി, മലയാളികൾക്ക് പിന്നെ അത്യാവശ്യം ആയുർവേദ നോളേജ് ഉണ്ടല്ലോ. മറ്റുള്ള എല്ലാവർക്കും ആയുർവേദം ബേസിക്കായിട്ട് നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ എൻ്റെ കൺസൾട്ടേഷനിൽ 80% ഓഫ് ടൈം ഞാൻ അതിനു വേണ്ടിയാണ് ചിലവാക്കൽ. അപ്പോൾ അങ്ങനെ അവരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ട് ചെറിയ രീതിയിൽ ഒരു 2 തെറാപ്പിസ്റ്റുമായിട്ട് തുടങ്ങിയൊരു സ്ഥാപനമായിരുന്നു ഇത്. ഇന്നതൊരു 20 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതില്ലാണ്ട് സിംഗപ്പൂരിൽ ഒരു ഭാഗത്തല്ല 4 ഭാഗങ്ങളിലായിട്ട് ആയുഷിൻ്റെ ബ്രാഞ്ചുകളും ഉണ്ട്. എല്ലാവിടെയും 2 ഡോക്ടേഴ്സിനെയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രീതിയിൽ 15-17 വർഷം കൊണ്ട് ഇങ്ങനെയൊരു ഡെവലപ്മെൻറ്റ് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റി. ഐ വാണ്ട് ടു എംഫസിസ് എന്താണെന്ന് വെച്ചാൽ വെറും ഒരു ഇന്ത്യക്കാർക്ക് മാത്രമുള്ളൊരു ക്ലിനിക്കായിട്ടല്ല, മലയ്, ചൈനീസ് എല്ലാവരും നമുക്ക് ആ എൻകറേജ്മെൻറ്റ് തന്നു. അതുകൊണ്ടാണല്ലോ ഈ ഏകദേശം ഒരു 18 വർഷം കൂടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. മലയിക്കാർ നിറയെ വരും. അവർക്ക് പൊതുവെ ട്രഡീഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി താല്പര്യമുള്ളവരാണ് ആ മലയ ഗ്രൂപ്പ്. പിന്നെ ചൈനീസ് എന്ന് വെച്ചാൽ TCM ഉണ്ട്. അപ്പോൾ അതിന് വ്യത്യാസമായിട്ട് ഒരു ആയുർവേദിക് ട്രഡീഷണൽ മെഡിസിൻ എന്നുള്ളതിനോടുള്ളൊരു താല്പര്യം അവരും കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അതുമല്ലാതെ നമ്മൾ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ആയുർവേദിക് ശുദ്ധ ആയുർവേദം തന്നെയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. നാട്ടിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിലും നന്നായ രീതിയിൽ. ഇപ്പം ഞാൻ സർവീസിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു OP നോക്കിക്കഴിഞ്ഞാൽ ഒരു 20-30 പേരെ ഞാൻ നോക്കുമായിരുന്നു. ഗവൺമെൻറ് ആശുപത്രിയുടെ കഥ. ആ സ്ഥലത്ത് ഇപ്പോൾ സിംഗപ്പൂരിൽ ഒരു 60-70 പേഷ്യൻ്റ് നമുക്ക് ദിവസവും കൺസൾട്ടേഷൻ മാത്രമല്ല ചികിത്സകൾ കൂടി കൊടുക്കാൻ പറ്റും ഒരു ദിവസത്തിൽ. ആ രീതിയിൽ നമുക്കിവിടെ ഒരു എൻകറേജ്മെൻറ്റ് കൂടിയുള്ള സിംഗപ്പൂരിയൻസ് നമുക്ക് തരുന്നുണ്ട്. ഇവിടുത്തെ ചികിത്സകൾ എന്ന് പറഞ്ഞാൽ കൺസൾട്ടേഷൻ ആരംഭത്തിൽ ആ കൺസൾട്ടേഷനിൽ നമുക്ക് തീരുമാനിക്കാം മരുന്ന് മാത്രം മതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സകൾ വേണോ. അപ്പം ക്രോണിക്കായിട്ടുള്ള ചില കേസുകളൊക്കെ ഞങ്ങൾ കോട്ടക്കൽ, കോയമ്പത്തൂർ ആയുർവേദ ഫാർമസി, ഇല്ലെങ്കിൽ നാഗാർജുന, വൈദ്യരത്നം, മുല്ലൂർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ റെഫർ ചെയ്യുമായിരുന്നു.
ഇവിടെ കിടത്തി ചികിത്സിക്കാവുന്ന പേഷ്യൻറ്റിനെയൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ചികിത്സയും ഇവിടെ ചെയ്യും. സാധാരണ നമ്മൾ അഭ്യംഗം മുതൽ ആയുർവേദത്തിലുള്ള എല്ലാ ചികിത്സകളും, അതായത് പൂർവ്വകർമ്മം എന്നുള്ള കാറ്റഗറിയിലുള്ള എല്ലാ ചികിത്സകളും, പഞ്ചകർമ്മങ്ങളിൽ ചില റിസ്ട്രിക്ഷൻ സിംഗപ്പൂർ ഗവൺമെൻറ് വെച്ചതുകൊണ്ട് നമുക്ക് മുഴുവനായിട്ടൊരു പഞ്ചകർമ്മ ചികിത്സാ പദ്ധതി ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും നമ്മൾ വിരേചനം, നസ്യം അങ്ങനെയുള്ള പഞ്ചകർമ്മങ്ങളൊക്കെ ചെയ്യും. പിന്നെ കിടത്തി താമസിച്ച് ചികിത്സിക്കണം എന്നുള്ളവരെ മലേഷ്യയിൽ അതൊരു അപ്രൂവ്ഡാണ്. അത് ഇൻ ഹൗസ് ഫെസിലിറ്റീസോടുകൂടി ഒരു ആയുഷിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് ഞങ്ങൾ അവിടെ തുടങ്ങി അങ്ങോട്ടേക്ക് അയക്കും. പിന്നെ ചിലവരെ കോട്ടക്കലിലോ കോയമ്പത്തൂരിലോ ആര്യവൈദ്യ നിലയം, മധുര ഇങ്ങനെയുള്ള പേരുകേട്ട സ്ഥാപനങ്ങളിലേക്ക് റെഫർ ചെയ്യും. അപ്പം അവിടെ ചികിത്സിച്ച് വന്ന ചില പേഷ്യൻ്റ് പറയുന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ, അവിടത്തേക്കാണ് ഞങ്ങളെ എന്തിനാണ് അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്, അവിടെ ചെയ്തതിനേക്കാണി നന്നായിട്ട് ഇവിടെയുള്ള നിങ്ങളുടെ സ്റ്റാഫ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും, ഞങ്ങളെ സ്റ്റാഫ് സെലക്ഷൻ എന്ന് വെച്ചാൽ ഒരു 10-15 വർഷം എക്സ്പീരിയൻസുള്ള തെറാപ്പിസ്റ്റിനെ മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ. അപ്പം ബെസ്റ്റ് എമംഗ് എന്നുള്ളവരെല്ലാവരും അവിടെ നിൽക്കാതെ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ബാക്കിയുള്ളവർ വെച്ചാണ് നാട്ടിലുള്ള ചികിത്സകൾ. ഇവിടെ പക്ഷേങ്കിൽ നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിൻ്റെ വ്യത്യാസമുണ്ടെന്ന് പറയും. അപ്പം നമുക്ക് വേറൊരു കൺട്രി ആണെങ്കിലും ഇന്ത്യയിൽ ചെയ്യുന്ന എല്ലാ ചികിത്സകളും ഇവിടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 10-18 വർഷമായിട്ട് സക്സസ്ഫുള്ളി നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ യാദൃശ്ചികമായി എത്തിയതാണ് ഞാൻ. എനിക്കൊരു പാരമ്പര്യമോ അങ്ങനെയൊന്നുമില്ല. ടീച്ചേഴ്സ് ഫാമിലി ആയിരുന്നു എൻ്റെത്. 10th കഴിഞ്ഞപ്പോൾ എവിടെ ചേരണം, എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ എന്നെ സംസ്കൃതം പഠിച്ച ഒരു അധ്യാപകനായിരുന്നു റെക്കമെൻഡ് ചെയ്തത്. കോയമ്പത്തൂർ ആയുർവേദ കോളേജിൽ സാൻസ്ക്രിറ്റ് പഠിച്ച കുട്ടികൾക്ക് പ്രിഫറൻസ് ആയിട്ടൊരു ഗുരുകുല ആയുർവേദ ചികിത്സാ പദ്ധതിയുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ പറ്റുമോ എന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛൻ്റെ അടുത്താണ് എൻ്റെ സാൻസ്ക്രിറ്റ് ടീച്ചർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അതനുസരിച്ചാണ് കോയമ്പത്തൂർ ആയുർവേദ കോളേജിൽ എത്തിപ്പെടുന്നത്. അതായത് 15 വയസ്സിൽ കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയി. 7 വർഷം അവിടെ ഒരു ഗുരുകുല ചികിത്സാ സമ്പ്രദായമായിരുന്നു. അവിടെ അധ്യാപകരും കുട്ടികളും അവിടെ താമസിച്ച് പഠിക്കുക എന്നുള്ളൊരു പാഠ്യപദ്ധതി. അവിടെ ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് അധ്യാപകരെ ഉപദ്രവിക്കാം, സംശയങ്ങൾ നിവൃത്തിക്ക് രാത്രി കൂടെ, അതായത് രാവും പകലൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് അധ്യാപകരുടെ സമീപത്തെത്താം. സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളിൽ എല്ലാ അധ്യാപകരും നല്ല രീതിയിൽ പറഞ്ഞു തരും. അങ്ങനെയായിരുന്നു 7 വർഷത്തെ നമ്മുടെ ചികിത്സാ പാഠ്യപദ്ധതി. അതിനിടയിൽ വൈദ്യകുലപതി എന്ന് പേര് കേട്ട ബ്രഹ്മശ്രീ വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരിയുടെ കൂടെ ഒരു 4 വർഷം ആയുർവേദം അഭ്യസിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തി. എല്ലാ വെക്കേഷനിലും കണ്ണൂരേക്ക് പോവില്ല, വൈദ്യമഠം ആശ്രമത്തിലായിരുന്നു പോയി അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു ആയുർവേദത്തിൽ നമുക്കൊരു സിദ്ധാന്തങ്ങളെ ഊട്ടിയുറപ്പിച്ച ഒരു പഠനകാലം. ബ്രഹ്മശ്രീ വൈദ്യമഠം നാരായണൻ നമ്പൂതിരിയുടെ, വലിയ നാരായണൻ നമ്പൂതിരിയുടെ കൂടെയുള്ള ആ ഒരു 4 വർഷക്കാലം. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആണ് ആയുർവേദ ഫൈനൽ ഇയർ എക്സാം എഴുതുന്നത് തന്നെ. ഫൈനൽ ഇയർ എക്സാമിനേഷനും ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞ ഉടനെ ഗവൺമെൻറ് സർവീസിൽ കിട്ടി. അങ്ങനെ തമിഴ്നാട്ടിലായിരുന്നത്, ഗവൺമെൻറ് സർവീസിലായിരുന്നു 13 വർഷം ഉണ്ടായിരുന്നത്. അതിനുശേഷം സിംഗപ്പൂരിൽ. ജന്മദേശം കണ്ണൂരാണ്. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. മാച്ചേരി എന്ന് ഉള്ള ഒരു ദേശത്താണ് ജനിച്ചത്. അമ്മ HM ആയിരുന്നു പ്രൈമറി സ്കൂളിൽ. ആ 7 വർഷം അതേ സ്കൂളിലായിരുന്നു പഠിച്ചത്. അതിനുശേഷം 3 വർഷം കൂടാളി ഹൈസ്കൂൾ
ഉള്ളായിരുന്നു 10th കഴിഞ്ഞത്. 10th കഴിഞ്ഞ ഉടനെ കോയമ്പത്തൂരിലേക്ക് യാത്രയായി. ഇപ്പോൾ കണ്ണൂരുമായിട്ടുള്ള ഓർമ്മകൾ ചോദിച്ചാൽ കൂടുതലില്ല. അത് 1 മുതൽ 15 വരെയുള്ള, അത് 10th വരെയുള്ള കുട്ടിക്കാലം. അപ്പം അതിൽ മനസ്സിൽ നിൽക്കേണ്ട രീതിയിലുള്ള ഓർമ്മകളൊന്നുമില്ല അതിൽ. അതിനുശേഷം 13 വർഷം തമിഴ്നാട്ടിലായിരുന്നു. ഫാമിലി പയ്യന്നൂർ നിന്നായിരുന്നു കല്യാണം കഴിച്ചത്. മലയാളി തന്നെ, സുരേഖ. അവളും തമിഴ്നാട് ഗവൺമെൻറ് സർവീസിൽ സ്പെഷ്യൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് സർവീസിലുള്ള ജോലികൾ റിസൈൻ ചെയ്തിട്ടാണ് സിംഗപ്പൂരിൽ സെറ്റിലായിരിക്കുന്നത്. ഇപ്പോൾ 2 മക്കൾ. മൂത്ത മകൾ ആധുനിക വൈദ്യശാസ്ത്രം ആണ് പഠിച്ചത്. അവൾ MBBS കഴിഞ്ഞു. ഇപ്പം കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ MRCPക്കുള്ള ട്രെയിനിങ്ങിലിരിക്കുകയാണ് 3 വർഷം. രണ്ടാമത് മകൻ പ്രവീൺ. അവൻ ആസ്ട്രേലിയയിൽ UNSW എന്ന യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ ബിരുദം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വർഷം കഴിഞ്ഞു. ഇപ്പം പലരും പറയും, അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്ത് വന്നിട്ട് സിംഗപ്പൂർ മാതിരിയുള്ള ഒരു കൺട്രിയിൽ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ ചിലർ ചോദിക്കും. ഞങ്ങളുടെ കോളേജിൽ കൂടെ പഠിച്ചവരൊക്കെ. ആയുർവേദ പ്രാക്ടീസിലുള്ള രഹസ്യം എന്ന് പറയാൻ നോ ഓവർ ക്ലെയിം. നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻ നന്നായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം പറ്റുമെന്ന് പറയുക. പറ്റാത്ത കാര്യം നമുക്ക് പറ്റില്ല. നമുക്ക് മറ്റുള്ള ഡോക്ടർമാരുടെ അടുത്തേക്ക് റെഫർ ചെയ്യാനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിക്കണം. ഇതാണ് എൻ്റെ ആയുർവേദ ചികിത്സകളുടെ രഹസ്യം എന്ന് പറയുന്നത്. അതാണ്. ഒരസുഖം ഞാൻ ഒരിക്കലും മാറ്റിത്തരാമെന്ന് ഞാൻ പറയില്ല. ഇല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്തതാണെന്ന് വെച്ചാൽ ഇത് പറ്റില്ല, ഇത് ആയുർവേദം കൊണ്ട് പറ്റില്ല കേട്ടോ, നിങ്ങൾ ഇംഗ്ലീഷ് വൈദ്യം നോക്കിക്കോളൂ. ആ രീതിയിൽ. കാരണം ഇതൊക്കെ എനിക്ക് എൻ്റെ ഗുരുനാഥൻ വൈദ്യമഠത്തിൽ നിന്ന് കിട്ടിയ അറിവാണ്. അദ്ദേഹം എങ്ങനെയാണ് ചികിത്സിച്ചതെന്നുള്ള ഇത്. അപ്പോൾ നമ്മൾ യാതൊരു ഓവർ ക്ലെയിം വേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയാം. ചെയ്യുന്ന കാര്യം തന്നെ, ആയുർവേദത്തിൽ ചെയ്യുന്ന കാര്യം കൂടി ചിലപ്പോൾ നമ്മുടെ ചിന്തക്ക് അതീതമായിട്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതും പറയാം. നമ്മളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ കുറച്ചുകൂടെ നല്ലൊരു ആയുർവേദ നിപുണരെയോ അല്ലെങ്കിൽ അലോപ്പതി നിപുണരെയോ കാണേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് തുറന്ന് പറഞ്ഞ് അവരെ ആ രീതിയിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ നമ്മുടെ സ്വന്തം ബന്ധുക്കളെ മാതിരി എങ്കിലും പരിഗണിക്കുക. ഇവർ പേഷ്യൻ്റാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ആ രീതിയിലല്ലാതെ ഏത് ചികിത്സയായാലും ഏത് രീതിയിലാണ് അവർക്ക് റിക്കവറി എന്നുള്ളത് നമ്മുടെ അറിവിനനുസരിച്ചുള്ള ഇത് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുക. അപ്പോഴേ അവർ പേഷ്യൻ്റ് പലരും പറയും, ആ ഡോക്ടർ പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് അവിടെ ആദ്യം പോയിട്ട് അവരോടൊരു അഭിപ്രായം ചോദിക്കുക. ഈ രീതിയിൽ പലരും എൻ്റെ അടുത്ത് നിന്ന് സമീപിക്കാറുണ്ട്. അപ്പം അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാമെന്നുള്ള ഒരു ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ളൊരു ചില ഇതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഉള്ള ഒരു ഉപദേശം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് അതിൻ്റെ ഒരു രഹസ്യം. നമ്മൾ ഒരിക്കലും ഓവർ ക്ലെയിം ചെയ്യരുത്. നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻ അറിഞ്ഞ് നമ്മൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുക.